തന്നെ തേടി ക്രൂശ് വരെയും സ്വർഗത്തിൽ ഇറങ്ങിവെന്ന് താണ ഒരു വ്യക്തി. സ്വർഗത്തിൽ വസിക്കുന്നവനും സകലത്തിന്റെ ഉടയവനും സകലത്തിന്റെ സൃഷ്ടികർത്താവുമായിരിക്കുന്നവൻ ആ സ്വർഗത്തിൽ നിന്ന് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം പാപിയായിരിക്കുന്ന ദോഷിയായിരിക്കുന്ന നിനക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. പ്രിയപ്പെട്ട, ഈ സ്നേഹത്തെ അല്ലാതെ എന്തുള്ളൂ നമുക്ക് വർണ്ണിപ്പാന്? യഥാർത്ഥമായിട്ടും ഈ സ്നേഹത്തെ ഗ്രഹിക്കാത്തത് കൊണ്ടല്ലയോ നമ്മുടെ ഹൃദയത്തിൽ കയ്പും വെറുപ്പും വഴക്കും ഒക്കെ ഉണ്ടാകുന്നത്? ഈ സ്നേഹത്തെ പറ്റി തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടല്ലയോ നമുക്ക് എന്താണ് ഈ മറ്റു വിധമായിരിക്കുന്ന ദുർമാർഗങ്ങളിലേക്ക് പോകുന്നത്? മദ്യപാനങ്ങളോ മറ്റു വിധമായിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂടോ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം തിരിച്ചു കളയുന്നത് എന്ത്? സ്നേഹിതന്മാരെ തല്ലുന്നത് എന്തിന്? മറ്റുള്ളവരെ നമ്മുടെ വായിലെ ചീത്ത വർത്തമാനം വരുന്നത് എന്ത്? ആ ക്രൂശിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് തന്നെത്താൻ താഴ്ത്തിയ ഈ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹം നിങ്ങൾക്ക് ഇന്നവരെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എന്താണ്, ആരെങ്കിലും പറഞ്ഞിട്ടത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് മനസ്സുമുണ്ടായില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കഠിനമായിരിക്കുന്ന ആ കർത്താവിന്റെ വേദന നീ വേദനിക്കാതിരിക്കേണ്ടതിനാണ്. നിന്റെ പാപം നിമിത്തം നീ എന്താണ് നിത്യമായിരിക്കുന്ന നരകാക്കിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആശ്വാസം കണ്ടെത്തുവാനും ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട നമ്മൾ അനേക ആൾക്കാരുടെ അടുക്കൽ നമ്മൾ ആശ്രയത്തിന് വേണ്ടി പോകാറുണ്ട്. പക്ഷെ നിനക്ക് എല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ കഴിയുന്നവനും നിന്റെ സകല ഭാരങ്ങളും അവന്റെ മേൽ ചുമന്നു വെക്കുവാൻ തക്കവണ്ണം അവൻ താഴ്മയുള്ളവനുമായിരിക്കാല് അവന്റെ മുഖമേറ്റ് അവനോടുകൂടെ പഠിച്ച് നിന്റെ ആത്മാവിന് സ്വസ്ഥത നേടിക്കൊള്ളുവിനെന്നാണ് ഈ ദൈവവചനം നമ്മളോട് പറയുന്നത്.